സോ ഹായ് ഗൈസ്, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് കൈലാസ് ഗെയിമിൻ്റെ മറ്റൊരിക്കലും എപ്പിസോഡായിട്ട്. സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. സോ നമുക്ക് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് പ്ലേ സീരീസ് നമ്പർ 1, ഫസ്റ്റത്തെ ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. 3, 2, 1 ഗോ. ഇതേ തുടങ്ങുന്നു. യെസ്, ഗോ, ലെറ്റ്സ് ഗോ. പിന്നെ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് റോബ്ലോക്സ് കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റോബ്ലോക്സ് ഒക്കെ കളിക്കാൻ പറ്റും. റോബ്ലോക്സ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ വേൾഡ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ മനോഹരമായ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ മരമല്ലേ ഇതേ കാണുന്നത്. നമ്മൾ ഫസ്റ്റത്തെ മരം വെട്ടി നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ബ്ലോക്കും ഫസ്റ്റത്തെ മരവും വെട്ടി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ മരത്തിൻ്റെ ഏറ്റവും മേളിൽ കയറി നിന്നിട്ട് അടിയിലോട്ട് വെട്ടി വരാം. അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കിത് ഇവിടെ നിന്നാണ് മരം. ഓക്കെ, ഇവിടെ നിന്നാണ് ആ മരം സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതവിടെ അതാണ്ടിരിക്കുന്നത് മരത്തിൻ്റെ ആദ്യത്തെ മരത്തിൻ്റെ കൊമ്പുകളാണ് നമ്മളിപ്പോൾ ആദ്യം വെട്ടിയെടുത്തത്. നമുക്കിനി മരം മെല്ലെ വെട്ടിയെടുക്കാം. വെട്ടിക്കോ 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 വെട്ടിക്കോ. പിന്നെ ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു അപ്പുറത്ത്. നമ്മൾ ഓടി വരുന്ന വഴിക്ക് ഞാൻ അവിടെ മറ്റേ വില്ലേജിലെ കൊട്ടാരം പോലത്തെ സാധനമില്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് മരം വെട്ടി കഴിഞ്ഞിട്ട് നേരെ വില്ലേജിലോട്ട് പോവാം. മരം വെട്ടിക്കോ, നേരെ മരം വെട്ടുക. ഓക്കെ, ലാസ്റ്റത്തെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ലാസ്റ്റത്തെ തന്നെ മരം. ഇനി നമുക്ക് നേരെ വില്ലേജിലോട്ട് പോവാം. ഒരു മിനിറ്റ്, ഇതുവഴി നമുക്ക് മേളിലേക്ക് കയറാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം. ഇവിടെ കേവൊക്കെ ഉണ്ട്. നമുക്ക് കേവ് ഒന്നും ഒരു കാര്യമാക്കണ്ട, അതിലേക്കൊന്നും ശ്രദ്ധിക്കാണ്ട് നമുക്ക് നേരെ പോവാം. ഇരിക്കുന്നു നമ്മുടെ വില്ലേജ്. നമുക്ക് നേരെ പോയിട്ട് വില്ലേജിലെ ഹേബേൽ കളക്ട് ചെയ്യാം. ഞാൻ വെള്ളത്തിൽ വീഴുന്നതെന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് വീണു. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് സ്പീഡിൽ ഈ ഹേബേലൊക്കെ കളക്ട് ചെയ്യാം. ഹേബേൽ കളക്ട് ചെയ്താലേ നമുക്ക് വീറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. വീറ്റ് ഉണ്ടാക്കിയാലേ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റൂ. ബ്രെഡ് ഉണ്ടാക്കിയാലേ നമ്മുടെ മേളിൽ കാണുന്ന ഹെൽത്ത് ബാർ കൂട്ടാനും പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹേബേൽ കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെയുള്ള ഹേബേൽ കളക്ട് ചെയ്യുന്നു തോന്നുന്നു. ഓക്കെ, ബട്ട് ഈ ഭാഗത്തുള്ള ഹേബേൽ നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, ആ വില്ലേജർ അതൊക്കെ അവിടെ എടുക്കണം. ഇതെന്താ ഇവിടെ വെക്കാൻ പറ്റാത്ത? ഈ വഴിയിലത് വെക്കാൻ പറ്റില്ലെന്ന് അറിയില്ലായിരുന്നു. പിന്നെ സാപ്ലിങ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? സാപ്ലിങ്ങും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിനി ആ വീടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊന്ന് വെച്ചിട്ട് ആ വീടിൻ്റെ ഉള്ളിലുള്ള ബെഡ് ഒന്ന് എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പെൻ പോയിൻ്റ് ഒന്നും ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ. വുഡ് കളക്ട് ചെയ്തോ. ഓക്കെ, നമുക്ക് ഉള്ള വുഡ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതോ ഇരിക്കുന്നു, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. സോ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തന്നെ നമ്മൾ വീറ്റ് കളക്ട് ചെയ്യാൻ പോവാണ്. വീറ്റാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. വീറ്റ്. ഓക്കെ, നമ്മൾ ഫുൾ വീറ്റും കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി വീറ്റ് വെച്ചിട്ട് ബ്രെഡ് കളക്ട് ചെയ്യാം. ബ്രെഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ഭാഗം കുറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റിക്ക് കളക്ട് ചെയ്തിട്ട് നമ്മുടെ വെപ്പൺസിലോട്ടൊക്കെ ഒന്ന് കിടക്കാം. നമ്മൾ സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്സ് ഉണ്ടാക്കിയില്ല. ആക്സ് ഉണ്ടാക്കി. നമുക്ക് ബെഡ് എടുക്കാം. പിന്നെ നമ്മുടെ ആക്സ് വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് കഴിക്കണമെങ്കിൽ ഓക്കെ, എൻ്റെ ഹെൽത്ത് ബാർ നല്ലോണം കുറയുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വില്ലേജിലെ നമ്മുടെ സാധാരണ പോലെ തന്നെ വില്ലേജ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് നേരെ അടിയിലോട്ട് കുഴിച്ച് പോവാം. സ്റ്റോൺ ടൂൾസ്
സ്റ്റോൺ എന്താ എത്ര അടിയിലേക്ക് വന്നിട്ട് സ്റ്റോൺ കിട്ടാത്ത ഓക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ പാത്വേ സെറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്കുള്ള വഴിയാ അതിനുമ്പോൾ പുറത്തേക്കുള്ള വഴിയാ. അതെന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്ക് വിട്ടു കൊടുക്കാണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കുഴിക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഇവിടെ ഞാൻ സ്റ്റോൺ കണ്ടു എന്ന് തോന്നുന്നു. സ്റ്റോൺ കണ്ടു ഞാനിവിടെ. എന്തായാലും കുറച്ച് അടിയിലോട്ട് വന്നപ്പോൾ നമുക്കിവിടെ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോൺ ഗ്യാദർ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ വെപ്പൺസ് ആൻഡ് സ്റ്റോൺ ടൂൾസിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അത് ഇതൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക് ടൂൾസാണ്. നമുക്കിനി മെല്ലെ മെല്ലെ അയൺ ടൂൾസ്, ഡയമണ്ട്, നെതറാക്റ്റ് അങ്ങനത്തെ ടൂൾസിലേക്കൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ കോപ്പർ ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കോപ്പർ നമ്മുടെ ഫസ്റ്റ് 4 അയൺ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അയൺ സോഡിന് വരെ ഇത് കൊണ്ടുവച്ചു. ഓക്കെ നമ്മുടെ ഫസ്റ്റ് അയൺ എന്തോ ഇരിക്കുന്നു. ഫസ്റ്റ് ഒരു അയണല്ല, അവിടെ 4 അയണുണ്ട്. നമുക്കത് പിന്നെ സ്റ്റോൺ ടൂൾസൊക്കെ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മളവിടെ നിർത്തിയേ ഡയമണ്ട് പിക്കാച്ച്, നെതറൈറ്റ് പിക്കാച്ച് അങ്ങനത്തെ എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇതാവും. പിന്നെ ഞാൻ പറഞ്ഞ നിർത്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. പുതിയ അപ്ഡേറ്റ് ആയ കോപ്പർ ടൂൾസ് ആൻഡ് കോപ്പർ ആർമർ ഇത് അടിപൊളിയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ കോപ്പർ ടൂൾസ് കോപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. കോപ്പർ ശരിക്കും അടുത്തൊരായിട്ട് നല്ല അപ്ഡേറ്റാണ്. കാരണം കോപ്പർ വെറുതെ കിടന്നൊരു സാധനമായിരുന്നു. അതിനിപ്പോൾ മൈൻക്രാഫ്റ്റ് ഒരു കോപ്പർ ടൂൾസും കോപ്പർ ആർമറും മാത്രമല്ല കോപ്പർ ഒരു കോളത്തിനെ അപ്ഗ്രേഡ് ചെയ്തു. നമുക്കിനി ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്, നമുക്ക് ബ്ലാക്ക് സ്മിത്ത് അമ്മയുള്ളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ ചിലപ്പോൾ കൃഷിയൊക്കെ ഉണ്ടാകും, നമുക്ക് അതൊക്കെ കളക്ട് ചെയ്യാം. അല്ല, അവിടെ ചിലപ്പോൾ ലൂട്ടുണ്ടാവും. സോറി, നമുക്ക് ദേ ഇരിക്കുന്നു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്. എനിക്ക് ഉറപ്പായിരുന്നു ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുന്നത്. കാരണം താഴെ ഞാൻ നോക്കിയിട്ട് ഒരു വീട് പോലും ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് പോലും കണ്ടില്ല. മേളിലേക്ക് നോക്കിയപ്പോൾ ഒരു മേൽക്കൂര കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വില്ലേജ് ഉണ്ട്. വില്ലേജിൻ്റെ പകുതി ഭാഗം മേളിലുണ്ട്. സോ ആ ഭാഗത്തിൽ പോയിട്ട് പിന്നെ ഈ വില്ലേജിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ടും ഞാനൊരു അയൺ കോളത്തിനെ കണ്ടിട്ടില്ല. അയൺ കോളം എവിടെ പോയി കിടക്കാമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയിൽ ഞാൻ അയൺ കോളത്തിനെ കണ്ടിട്ടില്ല. നമുക്ക് നേരെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടിനകത്ത് കയറിയിട്ട് നോക്കി നോക്കാം. പിന്നെ നമ്മുടെ കോപ്പർ കുളം അത് നല്ല ക്യൂട്ടായിട്ട് സംഭവമാണ്. നമുക്ക് അതിന് അടുത്ത എപ്പിസോഡോ ഈ എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി ബ്രെഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബ്രെഡ് ഒക്കെ വൃത്തികെട്ട പൊട്ടാറ്റോ ഉണ്ട് ഇവിടെ, മറ്റേ പോയിസൺ അടിച്ച പൊട്ടാറ്റോ. അതവിടെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് അയണും ബ്രെഡും പഴയ കാര്യങ്ങളൊക്കെ അവിടെ എറിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ എറിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ബ്ലാക്ക് സ്മിത്ത് വീഡിയോ കുറച്ച് എക്സ്ക്ലൂസീവ് ആവാൻ വേണ്ടിയിട്ട് ഇവനായിട്ടൊരു ഫൈറ്റ് അവൻ ചത്തു. നമുക്ക് നേരെ താഴത്തോട്ടെടുത്ത് ചാടിയാൽ ഞാൻ ചാവുമെന്ന് എനിക്കറിയാം. അത് കാരണം നമുക്ക് ഇതേ ഇരിക്കുന്നു വാട്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് അല്ല അപ്പുറത്താവില്ല എന്ന് തോന്നി എനിക്ക്. എൻ്റെ 100% ജയിക്കി വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരെ ഇതിലേക്കാണ് ചാടുക. ചാവും ഇവിടെ ചാടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിന്ന് ചാടി നേരെ വാട്ടറിലോട്ടാവും തോന്നുന്നു. ലാസ്റ്റ് ഇത് 1. ഓക്കെ, ലെറ്റ്സ് ഗോ. എൻ്റെ 100% ഐക്യു ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു. എത്രയും വലുതൊന്നും ചാടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. ചാടാൻ കുഴപ്പമില്ല. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ അതാണ്ടിരിക്കുന്ന ഒരു ഷീൽഡ്, 2 ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലത്തിന് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഷീൽഡ് മതി. നമുക്കിനി ഷീൽഡും പിടിച്ചുകൊണ്ട് നേരെ നമ്മുടെ നേരത്തെ കണ്ട അയൺ ഗ്യാദർ ചെയ്യാൻ പോവാം. ബ്രെഡ് തിന്നിട്ടെ. ഓക്കെ, അയൺ ഗ്യാദർ ചെയ്തോ. നമ്മൾ 4 അയൺ ഗ്യാദർ ചെയ്യാണ്. നമ്മൾ 4 അയണും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് സ്റ്റോണും ഗ്യാദർ ചെയ്യാം. എന്നിട്ട് നമുക്ക് മേളിൽ കൊണ്ടുപോയിട്ടൊരു ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ ഉണ്ട് ഗൈസ്. വീഡിയോയ്ക്കിടയിൽ അതൊക്കെ വരും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ കൃഷി ചെയ്യാൻ പറ്റിയ സാധനമില്ലേ, എന്തായാലും പറയാം,
സീഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫർണസ് എടുത്ത് ഇവിടേക്ക് വയ്ക്കാം. ഒരു മിനിറ്റ്, ലെറ്റ്സ് ഗോ. നമ്മൾ റീസ്പാം പോയിൻ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വട്ടം സെറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ റീസ്പാം ആവണത് നമ്മൾ നേരത്തെ റീസ്പാം ആയില്ലേ, ആ സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ റീസ്പാം ആവും. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. നൈറ്റ് ആവണുള്ളൂ, നമുക്കിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാലോ? ഓക്കെ. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഇതേ ഒരു പന്നി കേൾക്കണം, പന്നീനടിക്കാം. ഓക്കെ, നമുക്ക് പന്നീൻ്റെ ഫുഡൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ കോപ്പർ തപ്പിയെന്ന് ഇറങ്ങിയാലോ? ഓക്കെ, കോപ്പർ തപ്പിയെന്ന് പോവാം. കോപ്പർ തപ്പിയെന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് കേവിൻ്റെ ഉള്ളിലോട്ടല്ല, നമുക്ക് കുഴിച്ച് പോയിക്കൊണ്ടിരിക്കാം. അടിയിലോട്ട് പോകാം. വീട്ടിലൊന്നും കാണില്ല എന്ന് എനിക്കറിയാം. ടോർച്ച് എടുക്കാൻ ഞാൻ മറന്നുപോയി. ടോർച്ച് ഇല്ല എൻ്റെ കയ്യിൽ. ഓൾറെഡി കോളും ഇല്ല. എന്താ അത് വെറും കോബി സ്റ്റോണായിരുന്നു. ഞാൻ കണ്ടപ്പോൾ കോളെന്ന് വിചാരിച്ചു. ഒരു ടോർച്ച് ഇത്തിരി ക്രാഫ്റ്റ് ചെയ്യണമല്ലോ എനിക്ക്. നമുക്ക് മേളിൽ പോയിട്ടേ എവിടെന്നെങ്കിലും കോളോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ടോർച്ചോ കിട്ടുമെന്ന് നോക്കാം. ടോർച്ച് കിട്ടുന്നൊരു സ്ഥലം എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഈ സ്റ്റാൻഡിലെ ടോർച്ച് വെക്കണ സ്റ്റാൻഡ് പോലത്തെ ഈ സാധനം, ഈ സാധനത്തിൻ്റെ ഏറ്റവും വെളുത്ത ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ചെടുത്താൽ മതി നമുക്ക് ആ ടോർച്ച് കിട്ടണമെങ്കിൽ. ലെറ്റ്സ് ഗോ. നമ്മൾ ടോർച്ച് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത നേരം കളക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത നേരം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഈ നേരം കൂടി ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അതും നമ്മുടെ കളക്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ടോട്ടലി 10 എണ്ണോറ്റുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പട്ടിയായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാം. എന്തേ അടി കൊണ്ടു പട്ടിക്ക്. ഓക്കെ, നമ്മൾ പട്ടീനെ ഒന്ന് കൊന്നെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് താഴേക്ക് നമ്മുടെ ബാക്കി കുഴിക്കൽ പരിപാടിയിലോട്ട്. സ്കെൽട്ടൻ എവിടെ നിന്ന് വന്ന്? അവനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സ്പാമായേ? മോഞ്ചെങ്കിൽ ഇത് ഞാൻ കേവാന്ന് വിചാരിച്ച. മോഞ്ചെങ്കിൽ ഇത് കേവല്ല, ഇത് ഞാൻ കുഴിച്ചെടുത്തൊരു സ്ഥലമാണ്. എന്നാലും അവനെവിടെ നിന്ന് വന്നേ? ഓക്കെ, നമ്മളിവിടെ ഒരു ടോർച്ചും പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നേരെ കോപ്പർ തൊപ്പിൽ തന്നെ പോകാം. ഞാൻ എൻ്റെ അയൺ പിക്കാക്സ് ഇതേപോലത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഓറ് കണ്ടാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ബാക്കിയുള്ള സമയത്തൊക്കെ കോബ്ലി സ്റ്റോണൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ പിക്കാക്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്, ടോർച്ച് പ്ലസ് ചെയ്തിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അടിയിലോട്ട് കുഴിച്ച് പോവാം. ഇത്രയും കുഴിച്ചിട്ടും എനിക്ക് കോപ്പർ കിട്ടിയില്ല, പക്ഷെ ഞാൻ അധികം കുഴിച്ചിട്ടും ഇല്ല. കുറച്ചുകൂടി കുഴിക്കണം, കുറച്ചും കൂടി. ഓക്കെ, താഴത്തേക്ക് പോവാം. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.